അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മഹത്തായ ഒരു ഹദീസുണ്ട്, അതിലേക്ക് നമ്മെ പ്രേരിപ്പിക്കുന്ന, ഏതൊരു മനുഷ്യനെയും അതിലേക്ക് അവനെ ഉത്തേജിപ്പിക്കുന്ന ഒരു ഹദീസ്. ആ ഹദീസിനെ ശരിയായി ചിന്തിച്ച് മനസ്സിലാക്കി അതിൻ്റെ ശ്രേഷ്ഠതകൾ നമ്മൾ ഉൾക്കൊണ്ടാൽ നാളെ മുതൽ നമ്മളും എഴുന്നേൽക്കും. ഏത് ക്ഷീണത്തിലും അവൻ എഴുന്നേറ്റ് നിൽക്കും രാത്രി റബ്ബിൻ്റെ മുന്നിൽ. അങ്ങനെ നമ്മളിലെ പ്രേരിപ്പിക്കുന്ന ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇമാം അൽബാനി സ്വഹീഹാക്കുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബി ഖിയാമിൽ ലൈൽ, നിങ്ങൾ രാത്രി നമസ്കാരം ജീവിതത്തിൽ തുടർത്തുക. ആ ഹദീസ് ഇപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞതിന് ശേഷം അതിൻ്റെ ചില ഫായിദകൾ സഹാബാക്കളെ, അല്ലെങ്കിൽ ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന തൻ്റെ ഉമ്മത്തിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്ബോധിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക്കും ബി ഖിയാമിൽ ലൈലി ഫഇന്നഹു ദഅബുസ് സ്വാലിഹീന ഖബ്ലക്കും. ഒന്നാമത്തെ അതിൻ്റെ ഗുണം, അത് നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സ്വാലിഹീങ്ങളുടെ ചര്യയായിരുന്നു. നമ്മളെല്ലാം നമ്മുടെ മുൻഗാമികളെ പിൻപറ്റുവാൻ വേണ്ടി ആഗ്രഹമുള്ളവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരുമാണ്. എങ്കിലും മനസ്സിലാക്കിക്കോ, നമ്മുടെ മുൻഗാമികളുടെ ചര്യ രാത്രി നമസ്കാരമാണ്. നമ്മുടെ മുൻഗാമികളായ താബീങ്ങളും സ്വഹാബാക്കളും അടക്കമുള്ള മഹാന്മാർ, അവരെക്കാൾ ഉപരി അമ്പിയാക്കളുടെ ചര്യ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞതിൻ്റെ സാരം. കാരണം റസൂൽ ഇത് ഫഇന്നഹു ദഅബു സ്വാലിഹീന ഖബ്ലക്കും എന്ന് പറയുമ്പോൾ സ്വഹാബാക്കളോടാണ് പറയുന്നത്. അതായത് മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കൾ അവർ രാത്രി നമസ്കരിക്കുമായിരുന്നു. മുന്നിൽ കഴിഞ്ഞുപോയ സ്വാലിഹീങ്ങൾ അവർ രാത്രി നമസ്കരിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു ചര്യ റസൂലിന് മുമ്പുള്ള അമ്പിയാക്കളുടെയും റസൂലിന് വഫാത്തിന് ശേഷവും റസൂലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹാബാക്കളുടെയും താബിഈങ്ങളുടെയും അത്ബാ താബിഈങ്ങളുടെയും നമ്മുടെ ഇമാമിയങ്ങളുടെയും നമ്മുടെ മശായിഖ്മാരുടെയും ഒക്കെ ചര്യയാണ് രാത്രി നമസ്കാരം. ഒന്നാമത്തത് ഗുണം, നമ്മൾ അവരുടെ ആ ചര്യ ജീവിതത്തിൽ തുടർത്തിയവരായി. ഫഇന്നഹു ദഅബു സ്വാലിഹീന ഖബ്ലക്കും. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുർബത്തുൻ ഇലല്ലാഹ്. അത് നമ്മെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അടുക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും ലക്ഷ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിക്കൊണ്ട് പറയുന്നുണ്ട്, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ അഫ്തറൽതു അലൈഹി. എന്നോട് ഒരു അടിമ ഞാൻ അവൻ്റെ മേൽ നിർബന്ധമാക്കിയ കർമ്മങ്ങൾ കൊണ്ട് അടുക്കുന്നത് പോലെ ഞാൻ മറ്റൊരു കർമ്മത്തിനെയും ഇഷ്ടപ്പെടുന്നില്ല. വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിൻ നവാഫിലി. അങ്ങനെ ആ അടിമ നിർബന്ധ കർമ്മങ്ങൾ കഴിഞ്ഞ് അവൻ സുന്നത്തായ കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. ഹത്താ ഉഹിബ്ബഹു. അങ്ങനെ അവൻ അടുത്തെടുത്ത് അള്ളാഹുവിൻ്റെ ഖുർബത്ത് ലഭിച്ച് അവനെ ഞാനൊരു സ്നേഹിക്കും. സാധാരണ സ്നേഹമല്ല. എല്ലാ മുഅ്മിനീങ്ങളെയും അള്ളാഹു സ്നേഹിക്കുന്നുണ്ട്, മുസ്ലിമീങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ ഈ സ്നേഹം പ്രത്യേക സ്നേഹമാണ്. അതാണ് അവിടെ ആ സ്നേഹത്തിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞത്. അങ്ങനെ അള്ളാഹുവിലേക്ക് ഖുർബത്ത് ലഭിച്ച് അള്ളാഹുവിൻ്റെ ആ പ്രത്യേക സ്നേഹം അങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ അടിമയുടെ കാര്യം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ആ അടിമയെ ഞാൻ സ്നേഹിച്ചു കഴിഞ്ഞാൽ വമാ യസാലു അബ്ദി യതഖറബു ഇലൈഹി ഹത്താ ഉഹിബ്ബഹു ഫഇദാ അഹ്ബബ്തുഹു. ഞാൻ അവനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഫഇദാ അഹ്ബബ്തുഹു കുൻതു സമഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യുബ്സിറു ബിഹി വയദഹു അല്ലതീ യബ്തിഷു ബിഹാ വരിജ്ലഹു അല്ലതീ യംശി ബിഹാ. പിന്നെ അവൻ്റെ കണ്ണ് ഞാനായിത്തീരും, അവൻ്റെ കൈ ഞാനായിത്തീരും, അവൻ്റെ കേൾവി ഞാനായിത്തീരും, അവൻ്റെ കാഴ്ച ഞാനായിത്തീരും, അവൻ്റെ കൈകൾ ഞാനായിത്തീരും, അവൻ പിടിക്കുന്ന അവൻ്റെ കൈകൾ, അവൻ്റെ കാലുകൾ ഞാനായിത്തീരും. അതായത് പണ്ഡിതന്മാർ വിശദീകരിച്ചത്, പിന്നെ അള്ളാഹു തൃപ്തിപ്പെട്ട കാര്യങ്ങളിലേക്കല്ലാതെ അവൻ നോക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട കാര്യങ്ങളല്ലാതെ അവൻ കേൾക്കുകയില്ല. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ അല്ലാതെ അവൻ പിടിക്കുകയില്ല. അള്ളാഹുവിന് തൃപ്തിയുള്ള കാര്യങ്ങളിലേക്കല്ലാതെ അവൻ നടക്കുകയില്ല. ആ ഒരു ദറജയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ മാറ്റും. അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരിൽപ്പെട്ട അള്ളാഹുവിൻ്റെ വലിയായി അവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുക്കും. പിന്നെ എന്താണ്? ഫൈദാ സഅലനി ലഉതിയന്ന. അവൻ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അവന് കൊടുക്കുക തന്നെ ചെയ്യും. വൈദസ്തഅദനി ലഉഇദന്ന. അവൻ എന്നോട് അഭയം തേടിയാൽ ഞാൻ അവന് അഭയം നൽകുക തന്നെ ചെയ്യും. അപ്പോൾ അള്ളാഹുവിൻ്റെ ആ ഖുർബത്ത് നമുക്ക് ലഭിക്കുവാൻ ഏറ്റവും സഹായകമായ ഒരു സംഗതിയാണ് രാത്രി നമസ്കാരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖുർബത്തുൻ ഇലല്ലാഹ്, അള്ളാഹുവിലേക്കുള്ള ഖുർബത്താണ്. ഇനിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വമൻഹാതുൻ അനിൽ ഇസ്ം. നമ്മളിൽ നിന്ന് ധാരാളം പേരുകളുണ്ട്, പല പാപങ്ങളിലും മുഴുകുന്നു. പ്രത്യേകിച്ച് ഈ ആധുനിക ലോകത്ത് സോഷ്യൽ മീഡിയയുടെയും ഇൻ്റർനെറ്റിൻ്റെയും കാലഘട്ടത്തിൽ പല തിന്മകളിലേക്കും നാം അറിയാതെ വഴുതി വീണു പോവുകയാണ്. എത്ര തഖ്വയുള്ള ആളുകളെയും ആ ഫോണ് പാപത്തിലേക്ക്, ആ ഇൻ്റർനെറ്റിൻ്റെ ലോകം, സോഷ്യൽ മീഡിയ അവൻ്റെ തഖ്വയിൽ നിന്ന് അവനെ വഴുതിച്ചുകൊണ്ട് ആ പാപങ്ങളിലേക്ക്, പാപങ്ങളുടെ ഗർത്തങ്ങളിലേക്ക് അവനെ തള്ളിയിടുകയാണ്. അവിടെ നിന്ന് പല ആളുകളും പറയുന്നുണ്ട്, എനിക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, ഈ പാപം ഒഴിവാക്കണം, ഈ തിന്മ എന്നിൽ നിന്ന് ഒഴിവാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ കഴിയുന്നില്ല. അങ്ങനെയുള്ളവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വമൻഹാതുൻ അനിൽ ഇസ്. പാപങ്ങളെ തൊട്ട് രാത്രി നമസ്കാരം തടയും. അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പാപങ്ങളെ തൊട്ട് രാത്രി നമസ്കാരം അവനെ തടയും
എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, പിന്നെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് വതക്ഫീറുൻ ലിസ്സയ്യിആത്ത്. തീർന്നിട്ടില്ല. ഇനി അവൻ ചെയ്തു പോയ പാപങ്ങൾ അതിനുള്ള പ്രായശ്ചിത്തമാണ് രാത്രി നമസ്കാരം. രാവിലെ പകൽ സമയത്ത് അവരിൽ നിന്നുണ്ടായി പോകുന്ന ഒരുപാട് പാപങ്ങൾ, അതിനുള്ള ഒരു പ്രായശ്ചിത്തമായി രാത്രി നമസ്കാരം മാറും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വമത്റദത്തുൻ ലിദ്ദാഇ അനിൽ ജസദ്. രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് കൂട്ടുകാർ നമുക്കുണ്ട്, ബന്ധുക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്, നമ്മളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളുടെ രോഗികളെ ശിഫയാക്കി കൊടുക്കട്ടെ. ഒരുപാട് ചികിത്സിച്ചു മാറുന്നില്ല. അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് വമത്റദത്തുൻ ലിദ്ദാഇ അനിൽ ജസദ്. ശരീരത്തിൽ നിന്ന് രോഗത്തിനെ അത് അടിച്ചു പായിക്കും, ആട്ടിപ്പുറത്താക്കും രാത്രി നമസ്കാരം എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് നേർസാക്ഷ്യം ആയ സഹോദരങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പെരുന്നാളിൻ്റെ അല്ലെങ്കിൽ റമദാൻ മാസത്തിൻ്റെ 29-ാം രാവ് യമനിൽ നമ്മുടെ മർക്കസിൽ ഷെയ്ഖ് റഷാദ് അൽ-ളാലിഹി ഹഫളഹുല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ മർക്കസിൽ 29-ാം രാവിൽ നമസ്കരിച്ചു കൊണ്ടിരുന്ന ഒരു ആൾ, അദ്ദേഹം വർഷങ്ങളായി 5-6 വർഷമായി ആ മർക്കസിൽ അദ്ദേഹം വന്നിട്ട് 3 വർഷമായി 5-6 വർഷമായി അദ്ദേഹത്തിന് സുജൂദ് ചെയ്യാൻ സാധിക്കില്ല. അദ്ദേഹം വടി കുത്തിപ്പിടിച്ചാണ് നടക്കുന്നത്. യമനിൽ ഉണ്ടായ എന്തോ സംഘർഷങ്ങളിലോ മറ്റോ അകപ്പെട്ട് അദ്ദേഹത്തിൻ്റെ നടുവിൽ അപകടമുണ്ടായിട്ട് ഡോക്ടർ ഓപ്പറേഷൻ പറഞ്ഞു. എന്നാൽ അദ്ദേഹത്തിന് അതിലേക്ക് കടക്കുവാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം അദ്ദേഹം ആ ഓപ്പറേഷൻ വേണ്ടെന്ന് വെച്ചു. അദ്ദേഹം വേദന സഹിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്ത് 5-6 വർഷമായി കഴിയുകയാണ്. വടി കുത്തിപ്പിടിച്ചാണ് അദ്ദേഹം നടക്കുന്നത്. 29-ാം തീയതി രാത്രി അദ്ദേഹം നമസ്കരിച്ചു കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം തന്നെ പറയുന്ന അനുഭവമാണ്. അദ്ദേഹത്തിന് നടുവിൽ ഒരു തണുപ്പ് അനുഭവപ്പെടുന്നത് പോലെ തോന്നി. നടുവിൽ നിന്ന് കാലിലേക്ക് ആരോ തടവും പോലെ. എന്നിട്ട് അദ്ദേഹത്തിനോട് ആരോ പറയുന്നത് പോലെയുണ്ട്, താങ്കൾ സുജൂദിലേക്ക് പോവുക ഇമാമിനോട്. അദ്ദേഹത്തിന് സുജൂദ് ചെയ്യാൻ കഴിയില്ല. എത്രയോ വർഷമായിട്ട് ആ വിദ്യാർത്ഥികൾക്കറിയാം. എന്നാൽ ഇമാമ സുജൂദിൽ പോയപ്പോൾ ഇദ്ദേഹം സുജൂദിലേക്ക് പോവുകയുണ്ടായി. നമസ്കാരം കഴിഞ്ഞ് വടിയൊന്നുമില്ലാതെ വളരെ സുഗമമായി അദ്ദേഹം നടന്നുപോയി എന്ന് അവിടെ പഠിച്ച നേരിട്ട് കണ്ട സഹോദരങ്ങൾ നമ്മളെ അറിയിച്ചു. ഇതാദ്യം സോഷ്യൽ മീഡിയയിലും മറ്റും എഴുത്തുകളുമായി വന്നപ്പോൾ എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് ആ മർക്കസിൽ പഠിക്കുന്നുണ്ട്, മലയാളിയായ ഒരു സുഹൃത്ത്. അദ്ദേഹത്തിന് ഞാൻ വാട്സാപ്പിൽ ബന്ധപ്പെട്ടിട്ട് ചോദിച്ചു, ഇങ്ങനെ ഒരു എഴുത്ത് പ്രചരിക്കുന്നുണ്ട്, നിങ്ങളുടെ മർക്കസിൽ നടന്നു എന്നാണ് പറയുന്നത്, എന്താണ് സത്യാവസ്ഥ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് നടന്നതാണ്. ഞാൻ അദ്ദേഹത്തിന് സ്ഥിരമായി കാണുന്ന ആളാണ്. ഫജറിന് ശേഷം അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി ആളുകൾ കൂട്ടമായി അദ്ദേഹത്തിന് ചുറ്റും കൂടി എന്നാണ്. അപ്പോൾ അതവിടുത്തെ ജനങ്ങൾ നേരിട്ട് കണ്ട സഹോദരങ്ങൾ, രാത്രി നമസ്കാരം നമ്മൾ കരുതാത്ത പല അത്ഭുതങ്ങളും അതിന് ചെയ്യാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി അള്ളാഹു വെച്ച ഒരു സബബാണത്. അള്ളാഹു വെച്ച സബബാണ്. രോഗങ്ങളെ ശരീരത്തിൽ നിന്ന് അകറ്റുവാൻ വേണ്ടി, പാപങ്ങളെ തൊട്ട് തടയുവാൻ വേണ്ടി, പ്രായശ്ചിത്തമായിക്കൊണ്ട്, അള്ളാഹുവിലേക്കുള്ള സാമീപ്യമായിക്കൊണ്ട് അള്ളാഹു വെച്ചൊരു സബബാണ് രാത്രി നമസ്കാരം. ഇത്രയും വലിയൊരു ഫളല് നമുക്ക് കിട്ടിയിട്ട് നമ്മൾ അതിനെ വേണ്ട എന്ന് നടിക്കുന്നത്, അതിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കാതിരിക്കുന്നത് വളരെ വലിയ അപകടമാണ്, വളരെ വലിയ നിസ്സംഗതയാണ്. സ്വർഗത്തിലേക്കുള്ള നമ്മുടെ താല്പര്യത്തിൻ്റെ അളവ് എത്രയാണ് എന്ന് ഒരുവൻ്റെ രാത്രി നമസ്കാരം പരിശോധിക്കുമ്പോൾ അറിയാൻ സാധിക്കും. നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകട്ടെ. എല്ലാവർക്കും മടിയും ബുദ്ധിമുട്ടും ഇല്ലെങ്കിൽ രാത്രി എഴുന്നേൽക്കാനുള്ളൊരു പ്രയാസമൊക്കെ ഉണ്ടാവും. നമ്മൾ അള്ളാഹുവിനോട് ഇസ്തിആനത്ത് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഭാര്യയോ നമ്മൾ ഉപദേശിക്കുക, ആ ഭാര്യ നേരത്തെ എഴുന്നേൽക്കുകയാണെങ്കിൽ എന്നെ വിളിക്കാൻ, ഞാൻ നേരത്തെ എഴുന്നേറ്റാൽ ഭാര്യയെ വിളിച്ചുണർത്തുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് ചെയ്തിരിക്കുന്നു. ഖാമ മിനൽ ലൈലി, അവൻ രാത്രി എഴുന്നേറ്റു. ഫസല്ല, എന്നിട്ട് അവൻ നമസ്കരിച്ചു. വസ്തൈഖള ഇംറഅതഹു, എന്നിട്ട് അവൻ അവൻ്റെ ഭാര്യയെ എഴുന്നേൽപ്പിച്ചു. വഅയ്ഖള ഇംറഅതഹു, അവൻ്റെ ഭാര്യ എഴുന്നേൽപ്പിച്ചു. ഫൈൻ അബത്, അവൾ വിസമ്മതിച്ചാൽ നളഹ ഫി വജ്ഹിഹ അൽമാ, ആ ഭാര്യയുടെ മുഖത്തേക്ക് അവൻ വെള്ളം കൊടുത്തു. അങ്ങനെയുള്ളൊരു പുരുഷനെ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് ചെയ്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി പറയുകയാണ്. വറഹിമല്ലാഹു ഇംറഅതൻ, ഇനി ഒരു സ്ത്രീയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് ചെയ്തിട്ടുണ്ട്. ഖാമത്ത് മിനൽ ലൈലി, അവൾ രാത്രി എഴുന്നേറ്റു. ഫസല്ലത്ത്, എന്നിട്ട് അവൾ നമസ്കരിച്ചു. വഅയ്ഖളത് അഹ്ലഹ, അല്ലെങ്കിൽ സൗജഹ, അവൾ അവളുടെ ഭർത്താവിനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. ഫൈൻ അബ, ആ ഭർത്താവ് എഴുന്നേൽക്കുവാൻ വിസമ്മതിച്ചാൽ നളഹത്ത് ഫീ വജ്ഹിഹി അൽമാ, ആ ഭർത്താവിൻ്റെ മുഖത്ത് വെള്ളം കൊടുത്തു. അപ്പോൾ അങ്ങനെ ഒരു കുടുംബമായി നമ്മുടെ കുടുംബം മാറട്ടെ. ഭാര്യ ഭർത്താവിനെ രാത്രി നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽപ്പിക്കുന്ന, ഭർത്താവ് ഭാര്യയെ രാത്രി നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽപ്പിക്കുന്ന, നമസ്കരിക്കാൻ പ്രായമായ കുട്ടികളായുണ്ടെങ്കിൽ അവരെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന, അങ്ങനെ ഒരു കുടുംബമായി അള്ളാഹുവിൻ്റെ റഹ്മത്തും ബർക്കത്തും ലഭിക്കുന്ന ഒരു കുടുംബമായി നമ്മുടെ കുടുംബം മാറട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയോടുകൂടി മരിച്ചു പോകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.